ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായി. നാളെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കരാറുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ കരാറിൽ ഒപ്പിടും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, നിർണായകമായ പ്രഖ്യാപനമായിരിക്കും നാളെ ഉണ്ടാവുക എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമായി എന്നാണോ? എന്തെങ്കിലും സൂചനകൾ പുറത്തുവരുന്നുണ്ടോ? ഏറെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇരു രാജ്യങ്ങളും കടന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ അത് ഇന്നിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് ആ കരാറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. അത് ഡൽഹിയിൽ നാളെ നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് ഈ കരാർ ഒപ്പിടുന്നതിന് മുൻപായിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ നിയമപരമായിട്ടുള്ള വശങ്ങൾ ഇരു രാജ്യങ്ങളും പരിശോധിച്ച ശേഷം ആയിരിക്കും ആ കരാറിൽ ഒപ്പിടുക. ഇതിന് ഏതാണ്ട് ഒരു 6 മാസ കാലയളവ് എടുക്കും എന്നുള്ളതാണ് വാണിജ്യ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 6 മാസ കാലയളവ് കൊണ്ട് ഇതിന്റെ നിയമപരമായ വശങ്ങൾ പൂർത്തിയാക്കി ഈ വർഷം അവസാനം ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിടും. അടുത്ത വർഷം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഈ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കരാർ യൂറോപ്യൻ യൂണിയനുമായുള്ള മികച്ച സാമ്പത്തിക സംയോജനത്തിന് സഹായമാകും. മാത്രമല്ല ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര നിക്ഷേപത്തെയും മുന്നോട്ട് നയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് എന്നുള്ളതാണ് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാള് അറിയിച്ചിരിക്കുന്നത്. നാളെ യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രത്തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്നാലും നാളെ ഇതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.